ഇതിപ്പോ ഞാനും അവനും കൂടി വണ്ടി എടുക്കാൻ പോയപ്പോ ഞാൻ പോലും അറിയാതെ അവൻ എടുപ്പിച്ച ഫോട്ടോയാ. ഇതിനായിരുന്നു ഇത്ര എന്നെ കളഞ്ഞിട്ട് പോകുന്നു ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നോ, ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ അറിഞ്ഞില്ല എന്റെ കൊച്ച്. നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം മണമ്പൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ കാർത്തിക് എന്ന ഒരു 25 വയസ്സുകാരൻ കഴിഞ്ഞ 17 ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ജീവിതം അവസാനിപ്പിച്ച ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ വീട്ടിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് കാർത്തിക്കിന്റെ കുടുംബം മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അതിന് വ്യക്തമായ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ മറ്റൊരു സ്ത്രീ തട്ടിയെടുത്തു എന്നാണ് അവരുടെ ആരോപണം. പിന്നെ ഈ മരണത്തിൽ ആ പെൺകുട്ടിക്കും പങ്കുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഉന്നത പോലീസ് അധികാരികൾക്ക് മുന്നിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? ഈ ഒരു ബ്ലാക്ക് ഷർട്ടാ എന്റെ മോനെ എപ്പോഴും ബ്ലാക്കിനോട് കൂടിയാ നിക്കുന്നേ. ഇത് എന്റെ മോനും എന്റെ ബ്രദറിന്റെ അളിയനുമാണ്. കണ്ടോ, എവിടെ എന്തിന് ഒരിത് പോയാലും അത് മോൻ. ഇതാ എന്റെ മോൻ, ഇതാ എന്റെ മോൻ. അത്രയും ചേച്ചിയുടെ പേരെന്താണ്? നിമ്മി എന്നാണ്. എല്ലാരും പറഞ്ഞു അവന്റെ ആത്മാവിനെങ്കിലും മോശം കിട്ടണമെങ്കിൽ ഞാൻ കരയിലൊന്ന്. പക്ഷെ ഞാൻ എങ്ങനെ എന്റെ അടുത്തുനിന്നാണ് അവൻ പോയത്. പക്ഷെ അപ്പോഴെങ്കിലും എന്റെ അടുത്തൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനൊന്ന് സമാധാനിപ്പിച്ചില്ലായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും തിരിച്ചു പോകത്തില്ലേ നമുക്ക് കാണിച്ചു. പക്ഷെ അവൻ അന്ന് എന്റെ അടുത്ത് ഒന്ന് ഫേസ് ചെയ്യാതെ ഹെഡ്സെറ്റ് കൊടുത്തിട്ട്. പക്ഷെ ആ ഹെഡ്സെറ്റിന് ചാർജില്ലായിരുന്നു. അവന്റെ ചെവി ഇരുന്ന് മറ്റേ കറുത്ത സാധനം. പക്ഷെ അതിനുൾപ്പെടാ ആ മെസ്സേജില് അവനെ ചീത്ത വിളിച്ചിരിക്കുന്നതാ, എന്നെയും ചേർത്തിട്ട്. അപ്പോഴും എന്റെ കൊച്ചു പറയുന്നുണ്ട് എന്റെ അമ്മേനെ അച്ഛനെ ചീത്ത വിളിച്ചില്ലേ ഇത് പറയുന്നുണ്ട്. പക്ഷെ വാ തുറന്ന ആ കുട്ടി ചീത്ത അല്ലാതെ വേറെ നല്ലൊരു വാർത്ത എന്റെ വായിന്ന് വീഴാനില്ല. എന്റെ ബ്രദറിന്റെ കൂടെ ചീത്ത വിളിച്ചു, അവളുടെ ആന്റിയുടെ കൂടെ ചീത്ത വിളിച്ചു. എന്താ പറയാ എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ കുട്ടിന് എനിക്കറിയാം സാറേ. എനിക്കൊരു ദിവസം അവളെ കാണണം. എന്റെ അടുത്ത് പറഞ്ഞ കള്ളപ്പെടുത്തും. അവള് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒത്തിരി നേരത്തെ എന്നെ വിളിച്ചിടായിരുന്നു. അല്ലെങ്കിൽ വിളിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ചെയ്തെന്നൊരു വാക്ക് നമ്മളോട് പറഞ്ഞിടായിരുന്നു. എന്റെ മോനെ കൊന്നു നിങ്ങൾ കൊണ്ടുപോകുന്ന അറിയില്ല. പക്ഷെ അവളിപ്പോ ഹാപ്പി ആയിട്ട് കിടക്കും. ഇപ്പൊ അവൾ എല്ലാവർക്കും പറയുന്നത് എന്റെ മോൻ എന്തൊക്കെയോ വസ്തുവങ്ങളും കടബാധ്യതകളും. ഒന്നുമില്ല സാറേ, അവൻ ഈ ഒരു ഏജിൽ സംഭവിച്ചിട്ടാവുന്നതിലും അപ്പുറം അവൻ സംഭവിച്ചു. അവന്റെ ഇപ്പൊ ഒരു 10 വരെ എടുത്തു. അവൻ അവന്റെ വണ്ടി ആലോചിച്ചതും അവനത് ചെയ്യില്ല. എനിക്ക് ഉറപ്പാണ്. അത് എന്നെ ഒരു പക്ഷേ മറന്നില്ല, അപ്പൊ അവന്റെ വണ്ടി ഒരിക്കലും മറക്കില്ല. പക്ഷേ അത്രയ്ക്ക് എന്റെ മോന് സഹിക്കാൻ പറ്റാതായിട്ടാ ചെയ്ത്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതായിട്ട് അവന് പല പ്രാവശ്യം ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു ഒന്ന് അവനെ പോയി ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് അവൾ പറയുന്ന മുമ്പേ അവൻ ചെയ്യാൻ ശ്രമിച്ചു. അവളുടെ വെട്ടുകാട് കവലൂരുള്ളതാ. എന്ത് വന്നാലും അവ അത്രയും ബോൾഡാണ്. എന്നെ കൊണ്ട് അവ ഇല്ലാത്ത ഒരു ദിവസവും എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഇതിപ്പോ
ഞാനും അവനും കൂടി വണ്ടി എടുക്കാൻ പോയപ്പോ ഞാൻ പോലും അറിയാതെ അവൻ എടുപ്പിച്ച ഫോട്ടോയാ. ഇതിനായിരുന്നു ഇത്ര എന്നെ കളഞ്ഞിട്ട് പോകുന്നു ഞാൻ അറിഞ്ഞില്ല. എന്റെ പൊന്നോ, ഇത്ര പെട്ടെന്ന് പോകുന്നു ഞാൻ അറിഞ്ഞില്ല എന്റെ കൊച്ച്. എന്റെ പ്രാണനായ കാരണം അത്ര ഈ പ്രാണം കളഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഇവിടെ ഈ അമ്മ പറയുന്ന ഇവിടുന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട്. അങ്ങനെ ഇതിന്റെ കഴുത്തിലൊരു സ്വർണ്ണമാല ഉണ്ടായിരുന്നു. 2 പവൻ അല്ലേ? 2 പവൻ ഉണ്ടായിരുന്നു. അതെന്ത് ഒരു ഇപ്പൊ മരിക്കുന്നതിന് ഒരു 3-4 ദിവസം മുമ്പേ അവന്റെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നു. മാല കാണുന്നില്ല. അതല്ല ഈ മരണത്തിന് കാരണമാവുമെന്ന് കാരണം ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പുറത്തറിയുന്നത് എങ്ങനെയാണ്? പുറത്തറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവള് കണ്ട് ഒരു കോളാണ്ട് ഈ പെൺകുട്ടി വിളിച്ചു. പെൺകുട്ടി കണ്ട് മമ്മിയുടെ കോളിലാണ്ട് വിളിച്ചു. ആ പെൺകുട്ടി അറിഞ്ഞത് എങ്ങനെ? പെൺകുട്ടി ഇവിടെ വീഡിയോ കോൾ കണ്ട് ഇങ്ങനെ ചെയ്തത്. അതായത് വീഡിയോ കോൾ ഇങ്ങനെ വെച്ച് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അവളെ കാണിച്ച് ലൈവായിട്ട് കണ്ടുകൊണ്ട്. അപ്പൊ ഇവള് ആ സമയത്ത് അവള് ഇവങ്ങനെ ചെയ്യുന്ന സമയത്ത് പോലും അവള് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വിളിക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്തില്ല. ഇത് അവൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെ വിളിച്ച് പറയുന്നത് ഒരകത്ത് ഒരാള് ഇങ്ങനെ കൊണ്ട് പോയി റൂമിൽ പോയി ഒന്ന് നോക്കാൻ വേണം. ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിലാണ് അവൾ പറഞ്ഞത്. ഈ പെൺകുട്ടിയോടെയുള്ള പെൺകുട്ടി നമ്മൾ തിരക്കി വന്നപ്പോ വൻകടവില്, അതായത് വെട്ടുകാടിലുള്ളതാണ് കവലൂര് വെട്ടുകാടിലുള്ളതാണ് ഈ കൊച്ച്. അപ്പൊ അവിടുത്തെ ഹിസ്റ്ററി ഞാൻ അയച്ചപ്പോ ഈ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ കംപ്ലീറ്റ് അറിയാം ഈ കുടുംബത്തെ കുറിച്ച്. ഞാൻ ഇന്നലെ കൂടി നമ്മളെ ഒരു ചേട്ടച്ചാരെ ഞാൻ പോയി കണ്ടായിരുന്നു. ഒരു ഫ്രോഡുകളാണോ? പക്ക ഫ്രോഡുകളാണെന്ന് പറഞ്ഞത്. ശരി, എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും പിന്നെ ഉന്നത പോലീസ് എല്ലാവർക്കും പരാതി കൊടുക്കുന്നുണ്ട്. കാണാന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ ഒട്ടും പറ്റുന്നില്ല. കാർത്തിക് എന്ന ആ 25 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം മറവ് ചെയ്തത് ഇവിടെയാണ്. പക്ഷേ ഇപ്പോഴും ഈ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രാണനായി കണ്ട പലതും ഈ വീട്ടിലുണ്ട്. അമ്മയും പിന്നെ സഹോദരങ്ങളും പിന്നെ ബന്ധുക്കളും അടക്കം, അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന പജീറോ എന്ന വാഹനമടക്കം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടം വിട്ടുപോകുവാൻ അങ്ങനെ കഴിയില്ല. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ, പണം, അങ്ങനെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ മരണത്തിന് കാരണമാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന് നമ്മുടെ നിയമ സംവിധാനം അതിന് മാത്രമേ കഴിയൂ. അങ്ങനെ ഈ കാർത്തിക് എന്ന ആ മനുഷ്യന്റെ മരണത്തിന് കാരണം ഇവർ വിശ്വസിക്കുന്നത് പോലെ ഒരു പെൺകുട്ടിയാണ് എങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം. തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂരിൽ നിന്നും ക്യാമറമാൻ ഷിബു സദാനന്ദനൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് സ്റ്റോറി.